അസ്സലാമലൈക്കും. ന്യൂസ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ സൈഡ് ബാഗ് എങ്ങനെ തയ്ക്കണത് എന്നാണ് കാണിക്കണത്. അത് ഈസി ആയിട്ട് തയ്ക്കണ രീതിയാണ് ഞാൻ കാണിക്കുന്നത്. അതിനായിട്ട് 108 സെൻറ്റിമീറ്ററാണ് ഞാൻ നീളം എടുത്തിട്ടുള്ളത്. ആദ്യം ഒരു പീസ് 10 ഇഞ്ച് വീതി, അതൊരൊറ്റ പീസ് എടുക്കണം. ആദ്യം ഇതിൽ ലൈനിങ് തുണി ഒന്ന് കട്ട് ചെയ്തെടുക്കണം. ഇതേ അളവ് തന്നെ 2 പീസായിട്ടാണ് എടുക്കേണ്ടത്. നല്ല തുണിയൊന്നും ലൈനിങ് തുണിയൊന്നും ആയിട്ടെടുത്ത് മാറ്റി വെക്കണം. ഞാൻ ഫുള്ളായിട്ട് ആദ്യം അളന്നെടുക്കുകയാണ്. ഇത് മൊത്തത്തിൽ എനിക്ക് 1/2 മീറ്റർ തുണിയാണ് വന്നിട്ടുള്ളത്. ഇതിന് സ്കെയിൽ വെച്ചൊന്ന് വരച്ചെടുക്കാം. മാർക്ക് ചെയ്തതിൻ്റെ ശേഷം ഒന്ന് വരച്ചെടുക്കണം. ഫുള്ളായിട്ട് അടയാളപ്പെടുത്തണോണ്ട് ഇപ്പം ഞാൻ മാർക്ക് ചെയ്യണതൊക്കെ റോങ് സൈഡിലാണ് കേട്ടോ. ഞാൻ അടുത്തത് 85 സെൻറ്റിമീറ്റർ നീളം 20 സെൻറ്റിമീറ്റർ വീതിയാണ് എടുക്കുന്നത്. അതൊരൊറ്റ പീസ് മതി, ലൈനിങ് ഒന്നും വേണ്ട. ഞാനിപ്പോൾ അടിക്കണത് നല്ല അത്യാവശ്യം വലിപ്പമുള്ള ബാഗുകളൊക്കെ, സ്കൂൾ ബാഗുകളും ലഞ്ച് ബോക്സും ഒക്കെ കൊള്ളുന്ന രീതിയിലുള്ളൊരു ബാഗാണ് അടിക്കണത്. ഇതിൻ്റെ ചെറുതായിട്ട് ആണെങ്കിൽ ഇതിൻ്റെ കുറച്ച് അളവിൽ എടുത്താൽ മതി. 2-3 ഇഞ്ചൊക്കെ കുറച്ചിട്ട് അങ്ങനെ എടുത്താലും മതി. ഇത് ഇനി മാർക്ക് ചെയ്ത് വെക്കാം. അടുത്ത പീസ് 32 സെൻറ്റിമീറ്റർ നീളം 24 സെൻറ്റിമീറ്റർ വീതി, അത് 2 പീസ് വേണം. അത് നല്ല തന്നെയാണ് വേണ്ടിയത്, ലൈനിങ് അല്ല വേണ്ടിയത്. 2 പീസായിട്ട് തന്നെ വേണം. നല്ല കോട്ടണിൽ അടിച്ചെടുക്കുകയാണെങ്കിൽ അങ്ങനെ അടിച്ചെടുക്കുക. ഞാൻ ബാഗിലാണ് തുണി എടുത്തിട്ടുള്ളത്, ബാഗിൻ്റെ തുണി തന്നെയാണ് എടുത്തിട്ടുള്ളത്. ഇത് കുട്ടികൾക്ക് സ്കൂൾക്ക് കൊണ്ടുപോകാൻ നല്ല തന്നെ ആയിക്കോട്ടെ എഴുതിയിട്ട് അങ്ങനെ എടുത്തതാണ് 1/2 മീറ്റർ. ഇതിൻ്റെ കറക്റ്റ് അളവുകളൊക്കെ ഞാൻ ഈ അളക്കണ തുണിമ്മ തന്നെ ഞാൻ എഴുതിയിട്ടുണ്ട്. ഇതും മാർക്ക് ചെയ്തേക്കാം. കാരണം കുറവ് നമുക്ക് തുണി എവിടെ തോന്നണ വെച്ചാൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി വെക്കണമെങ്കിൽ ആദ്യം ഇങ്ങനെ കട്ട് ചെയ്യാതെ അളന്നെടുക്കുകയാണ് ഏറ്റവും നല്ലത്, അഡ്ജസ്റ്റ് ചെയ്ത് പോകണമെങ്കിൽ. ഞാൻ 2 തുണി അതേ സമയം തന്നെ മാർക്ക് ചെയ്ത് വെക്കുകയാണ്. ലൈനിങ് പീസ് വേണമെങ്കിൽ ഇതിൻ്റെ ഒപ്പം തന്നെ മാർക്ക് ചെയ്ത് അടയാളപ്പെടുത്തി കട്ട് ചെയ്യുക, അല്ലെങ്കിൽ ഞാൻ പിന്നീടാണ് കട്ട് ചെയ്യുന്നത് ലൈനിങ് പീസ്. ഞാൻ അടുത്തത് 38 സെൻറ്റിമീറ്റർ നീളം 36 സെൻറ്റിമീറ്റർ വീതി, അതും 2 പീസ് നല്ലത് വേണം. ലൈനിങ് പീസ് 3 വേണം, ഈ അളവ് തന്നെ. ഇത് 2 പീസായിട്ട് മാർക്ക് ചെയ്ത് അടയാളപ്പെടുത്തിയാണ്ട് കട്ട് ചെയ്ത് ഫുള്ളായിട്ട് കട്ട് ചെയ്തെടുക്കാം നമുക്ക്. ഈ അളവ് തന്നെ എടുക്കുകയാണെങ്കിൽ ഈ ബാഗിൻ്റെ കറക്റ്റ് അളവിൽ ഒന്നും കട്ട് ചെയ്യാനോ ഒന്നും ഉണ്ടാവില്ല. അളവ് ശരിക്കും നോക്കിയിട്ട് വേണം കട്ട് ചെയ്യാൻ. ഇപ്പോൾ കടയിലൊക്കെ പോയാൽ 800, 900, 1000. ഇത് ശരിക്കും ഞാൻ ഇപ്പോൾ തയ്ക്കണ ഇത് കടയിൽ നിന്ന് വാങ്ങുകയാണെങ്കിൽ 1500 രൂപേൻ്റെ ബാഗായി വരും. തുണിക്കാകെ 1/2 മീറ്റർ തുണിയാണ് വരുന്നത്, അതിന് 400 രൂപ മീറ്ററിനുണ്ട്. നമുക്കിപ്പോൾ 200 രൂപയുള്ളല്ലോ വരിക.
ഒക്കെപ്പാടെ ചിലവ് നമുക്ക് തയ്ക്കണ നൂലും ഒക്കെപ്പാടെ ആയിട്ട് നമുക്ക് ഏറി വന്നാൽ 250 രൂപ വരും. അത്രേ ചിലവ് വരുള്ളൂ. ഇനി ഈ തുണി തന്നെ ആവണമെന്നൊന്നുമില്ല. നമുക്ക് നല്ല കോട്ടൻ്റെ തുണികളൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനത്തെ ഒക്കെ ആണല്ലോ ഇപ്പോൾ കുട്ടികൾ ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ട് കളിക്കണത്. ഇപ്പം ഞാൻ മൊത്തം കട്ട് ചെയ്തെടുത്തു. മാർക്ക് ചെയ്ത് അടയാളപ്പെടുത്തിയത് ഒരു ചെറിയ പീസാണ് എനിക്ക് ഇതിൽ നിന്ന് ബാക്കി കിട്ടിയത്. എല്ലാ പീസുമേലും ഞാൻ അടയാളപ്പെടുത്തി. നമുക്ക് തയ്ക്കുമ്പോൾ ഒരു സംശയവും വേണ്ടി വരില്ല. അപ്പോൾ എടുത്തും തയ്ച്ചാൽ മതിയാവും. 32 സെൻറ്റിമീറ്റർ വീതിയും 24 സെൻറ്റിമീറ്റർ നീളം ഉള്ള ഒരു തുണി എടുത്തിനല്ലോ. അതാണ് ഞാൻ ആദ്യം തന്നെ തയ്ച്ചെടുക്കുന്നത്. അതിനെ ഒരു അടുപ്പ് കൊണ്ട് ഞാൻ എന്തായാലും വേണ്ടില്ല നമുക്ക് കോണ് നിങ്ങൾക്ക് മനസ്സിലാകാനും വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യണത്. അല്ലെങ്കിൽ ഇങ്ങനെ ക്രോസ് ആയിട്ടും വെട്ടി കൊടുത്താലും മതി. കറക്റ്റ് അളവ് കിട്ടണമെങ്കിൽ ഇങ്ങനെ ചെയ്ത് കൊടുത്താൽ നമുക്ക് ഇതിൻ്റെ ക്രോസ് ശരിക്ക് കട്ട് ചെയ്യാം. 32 സെൻറ്റിമീറ്റർ വീതിയുള്ള സ്ഥലമാണ് ഞാൻ 2 ഭാഗം കട്ട് ചെയ്തെടുക്കുന്നത്. മാർക്ക് ചെയ്ത് ഇനി ഇതാദ്യം തയ്ച്ചെടുക്കാം. ഇത് പിന്നി പോരാത്ത സീലായതുകൊണ്ട് തന്നെ ഞാൻ നല്ല ചെറിയ തമ്പിട്ട് കണ്ട് 4 ഇഞ്ചാണ് തമ്പിട്ടിട്ടുള്ളൂ. ഇപ്പോൾ ഇത് 3 ഭാഗം ഞാൻ അടിച്ചു വന്നു. ഒരു ഭാഗം ഓപ്പൺ ആയിട്ട് നിൽക്കുകയാണ്. തയ്ച്ചതിൻ്റെ മൂലകളൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഇത് മറിക്കുമ്പോൾ നല്ല ക്ലീനായിട്ട് കിട്ടാനാണ്. ഇസ്തിരി ഇടാൻ പറ്റുന്ന സീലാണെങ്കിൽ ഇത് തയ്ച്ച് മറിച്ചതിൻ്റെ ശേഷം ഒന്ന് ഇസ്തിരി ഇട്ട് കൊടുക്കാം. ഞാൻ പിന്നെ അയണൊന്നും ചെയ്യണില്ല. ഇത് മറിച്ചെടുക്കാം. ചീത്ത ഭാഗത്ത് വെച്ച് വേണം തയ്ക്കാൻ. എന്നിട്ട് നല്ല ഭാഗത്തേക്ക് മറിച്ചെടുക്കുകയാണ്. അടുത്തത് 36 സെൻറ്റിമീറ്റർ വീതിയും 36 സെൻറ്റിമീറ്റർ നീളമുള്ള തുണി 2 പീസ് നമുക്ക് എടുത്ത് ഒന്ന് അടയാളപ്പെടുത്താണ്ട് ഇതിൻ്റെ മൂലൊന്ന് ചെറുതായിട്ട് ക്രോസ് ചെയ്യാണ്ട്. ഇത് ഒരു ഗ്ലാസ്സോ എന്തെങ്കിലും വെച്ചിട്ടൊന്ന് ക്രോസ് ചെയ്ത് കട്ട് ചെയ്യുകയാണെങ്കിൽ കട്ട് ചെയ്യുക, അതാണ് നല്ലത്. എന്നാൽ പിന്നെ പിഴവുകളൊന്നും പറ്റൂല. ആദ്യം തയ്ച്ചതിൻ്റെ മേൽഭാഗം കൂടെ ഒന്നുകൂടി ഒന്ന് തയ്ക്കുകയാണ്. മറിച്ചതിൻ്റെ ശേഷം നല്ല ഭാഗത്ത് വെച്ചിട്ട് ഒന്ന് പതിച്ചടിച്ചു കൊടുക്കുകയാണ് കേട്ടോ. ഇതിൻ്റെ 3 ഭാഗവും ഇതേപോലെ തന്നെ ചെയ്തെടുക്കാം. നേരത്തെ എടുത്ത് വെച്ച പീസുമ്മക്ക് ഇതൊന്ന് യോജിപ്പിച്ച് കൊടുക്കുകയാണ്. ഇനി 38 സെൻറ്റിമീറ്റർ വീതിയും 36 സെൻറ്റിമീറ്റർ നീളം എടുത്ത ആ ക്രോസ് പീസുമ്മക്ക് ഞാൻ ഈ തയ്ച്ച് വെച്ചത് ഫുള്ളായിട്ട് അടിച്ചു കൊടുക്കുകയാണ്. ഒരു ഭാഗം അടിക്കാതെ നിന്നിനിയല്ലോ, അത് വെച്ചിട്ടാണ് അടിക്കണത്. ഓപ്പണായ ഭാഗം അതിമ്മക്ക് കറക്റ്റ് അളവിലാക്കിയാണ്ട് വെച്ചു കൊടുത്തു. ഇനി ഇതിമ്മക്ക് 108 സെൻറ്റിമീറ്റർ നീളവും 10 സെൻറ്റിമീറ്റർ വീതിയുള്ള ഒരു പീസ് ഉണ്ടായിരുന്നല്ലോ, അത് ഇനി ഇതിൻ്റെ ചീത്ത ഭാഗത്ത് ക്രോസ് ഭാഗം വെച്ച് കൊടുക്കാം. ചീത്ത ഭാഗം നോക്കിയിട്ട് വേണം ഇത് വെച്ച് കൊടുക്കാൻ. നമ്മൾ രണ്ടും യോജിപ്പിച്ചല്ല ആ തുണിമേലാണ് ഇത് വെച്ച് കൊടുക്കുന്നത്. ഇതിൻ്റെ 3 ഭാഗവും ഈ പീസ് വെച്ച് കൊടുക്കാം. ഒറ്റ പീസായിട്ട് തന്നെ ഇതിൻ്റെ കോണുകളൊക്കെ നന്നായി ശ്രദ്ധിച്ച് ചുളിയാതെ വേണം തയ്ച്ചെടുക്കാൻ. ഇത് അത്യാവശ്യം കട്ടിയുള്ള ഒരു തുണിയാണ്. അത് സെറ്റിമക്കും ബാഗിനൊക്കെ എടുക്കാൻ പറ്റുന്ന തുണിയാണ്.
ഇപ്പം 3 ഭാഗം തയ്ച്ച് കഴിഞ്ഞു ഞാൻ. ഇനി ഇതിൻ്റെ മുകളിൽ മറ്റേ പീസും വെച്ചെടുത്ത് റോങ് സൈഡ് തന്നെ അടിച്ചെടുക്കേണ്ടത്. ഇപ്പോൾ ക്രോസ് പീസ് വെച്ചല്ലോ, ആ പീസുമ്മേൽ വെച്ചിട്ടാണ് തയ്ക്കേണ്ടത്. ഇപ്പോൾ ചെയ്ത പോലെ തന്നെ ചെയ്തെടുക്കാം. ഒക്കെ ചീത്ത ഭാഗത്തേക്കാണ് തയ്ക്കണം കേട്ടോ. ഇതിൻ്റെ കോണ് വരുന്ന സമയത്ത് ഒന്ന് ശ്രദ്ധിച്ചടിച്ചാൽ ഒരു ചുളിവും വരില്ല. ബാഗിൻ്റെ തുണി കിട്ടുന്ന ഷോപ്പുകളൊക്കെ ഉണ്ടല്ലോ, റെക്സിൻ കടകളൊക്കെ ഉണ്ട്. അതിൽ നിന്നൊക്കെ വാങ്ങിയിട്ട് 1/2 മീറ്റർ തുണി കൊണ്ട് നമുക്ക് ബാഗ് തയ്ക്കാൻ പറ്റുകയാണെങ്കിൽ അതല്ല ഏറ്റവും നല്ലത്. അല്ലെങ്കിൽ നമ്മളെ വീട്ടിലുള്ള വെട്ട് പീസ് മതി ഇതിന്. മാക്സി അടിക്കാൻ കൊടുക്കുന്നതോ അങ്ങനെയും മോഡലാക്കി എടുക്കാം. ഇപ്പോൾ ഇത് ഫുള്ളായിട്ട് തയ്ച്ച് കഴിഞ്ഞു. ഇപ്പോൾ ഇതിൻ്റെ നല്ല ഭാഗം കണ്ടില്ലേ, അടിപൊളിയായിട്ടുണ്ട്. ഇതിൻ്റെ മുൻഭാഗം ഇങ്ങനെയാണ് വരിക. ഇനി വേറൊരു പീസ് എടുത്ത് കൊണ്ട് നമുക്ക് തയ്ക്കാം. 85 സെൻറ്റിമീറ്റർ നീളം 20 സെൻറ്റിമീറ്റർ വീതിയില്ല ഒരു പീസ് എടുത്തിട്ട് ഇതേപോലെ മടക്കിയെടുക്കാം. ഇതേപോലെ തന്നെ മടക്കിയെടുത്തിട്ട് ഇതേ ലെവലിൽ അടിച്ചെടുക്കാം. ഇതൊക്കെ ഇസ്തിരി ഇടാൻ പറ്റണതാണെങ്കിൽ ഇസ്തിരി ഇട്ടതിൻ്റെ ശേഷം വേണം അടിച്ചെടുക്കാൻ. ഇത് ഞാൻ അയൺ ചെയ്തിട്ടില്ല. അയൺ ചെയ്താൽ ഒന്നുകൂടിയും ഫിനിഷിങ് കിട്ടും. കോട്ടണിലൊക്കെ ആണെങ്കിൽ നിർബന്ധമായിട്ട് അയൺ ചെയ്തിട്ട് വേണം ചെയ്യാൻ. ഇതിൻ്റെ ഈ ഭാഗം അടിച്ച് കഴിഞ്ഞതിന് ശേഷം മറ്റേ ഭാഗം കൂടിയും അടിച്ചെടുക്കണം. ഞാൻ ഇതിൽ കാണിച്ചിട്ടില്ല, പിന്നീടാണ് ഞാൻ അടിച്ചത്. അതിലേറെ നല്ലത് ഈ സമയം തന്നെ അടിച്ചെടുക്കുകയാണ്. തയ്ച്ച് കഴിഞ്ഞതിൻ്റെ ശേഷം ഞാനിത് വെച്ച് കൊടുക്കുകയാണ്. ഒരു സൈഡ് വെച്ച് തയ്ക്കുകയാണ്. വള്ളിക്കും വേണ്ടിയിട്ടുള്ളതാണിത്. ലൈനിങ് തുണി 3 പീസ് വേണം പറഞ്ഞില്ലേനോ, അത് 38 സെൻറ്റിമീറ്റർ വീതി 36 സെൻറ്റിമീറ്റർ നീളമല്ല 3 പീസും ഇനി എടുക്കാം. അതിനെ നമുക്ക് നേരത്തെ ചെയ്ത മാതിരി തന്നെ ക്രോസ് ചെയ്ത് കട്ട് ചെയ്യണം. അപ്പോൾ ഇത് വെറുതെ ക്രോസ് ചെയ്യുകയാണ്, അടയാളപ്പെടുത്താതെ. നിങ്ങൾക്ക് വേണമെങ്കിൽ അടയാളപ്പെടുത്ത് ക്രോസ് ചെയ്യാം, നേരത്തെ ചെയ്ത പോലെ തന്നെ. അതിലൊരു പീസ് എടുത്ത് മാറ്റി ഞാൻ തയ്ക്കുകയാണ്. ഇതിപ്പോൾ രണ്ടും മടക്കിയതിൻ്റെ ശേഷം ഞാൻ നല്ല ഭാഗത്ത് തന്നെയാണ് ഇത് മടക്കി വെച്ചിരിക്കുന്നത്. അപ്പം അതിൻ്റെ നടുഭാഗം ഞാനൊന്ന് തയ്ച്ചു കൊടുക്കുകയാണ് കൂട്ടി. ആ കൂട്ടി തയ്ച്ചതിൻ്റെ ശേഷം നമുക്ക് ഒരു പീസ് എടുത്ത് കണ്ട് ഇതിമക്ക് വെച്ച് കൊടുക്കാം. പോക്കറ്റിനും വേണ്ടിയിട്ടാണ്, ഉള്ളിൽ പെൻസിലോ പെന്നോ ഒക്കെ ഇടാൻ വേണ്ടിയിട്ട് പോക്കറ്റ് വെക്കാനും വേണ്ടിയിട്ടാണ് ഞാനിത് ഇങ്ങനെ തയ്ക്കണത്. ഇതേപോലെ അടിച്ചിട്ട് നടുവിലൊന്ന് ഒരു പോക്കറ്റ് കൂടി ഉണ്ടാക്കി കൊടുക്കാം. നേരത്തെ ചെയ്ത പോലെ തന്നെയാണ് ഫുള്ളായിട്ട് ചെയ്തെടുക്കേണ്ടത്. ഇത് ഈ പോക്കറ്റിന് മാത്രമേ ഉള്ളൂ വ്യത്യാസം. ഇനി ആദ്യത്തെ ഒരു പീസ് ലൈനിങ് വേണം പറഞ്ഞില്ലല്ലോ, 108 സെൻറ്റിമീറ്റർ നീളം 10 സെൻറ്റിമീറ്റർ വീതിയില്ലേ, അതും ഇതിമ വെച്ച് നേരത്തെ തയ്ച്ച മാതിരി തന്നെ തയ്ച്ചു കൊടുക്കണം.
ഞാൻ പീസ് വെച്ച് കൊടുക്കാം. കാണുമ്പോൾ നല്ല ബുദ്ധിമുട്ടാന്ന് തോന്നുന്നു. ഇത് അടിക്കാൻ വെറും അരമണിക്കൂർ മതി. അരമണിക്കൂർ കൊണ്ട് ഫുള്ള് ഫിനിഷിങ്ങും പണി കഴിക്കാം. ഇപ്പം ഇത് ഒരു ഭാഗം ഫുള്ളായിട്ട് ഇനി മറ്റേ ഭാഗം കൂടി ഇതിന്മേൽ പീസ് വെച്ചിട്ട് തയ്ച്ചു കൊടുക്കാം. ഇത് റോങ് സൈഡിൽ തന്നെയാണ് തയ്ക്കേണ്ടത്. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് തരിക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇതെല്ലാവർക്കും നല്ലൊരു ഉപകാരമായ ഒരു വീഡിയോ ആണ്. തയ്ക്കാൻ അറിയണവർക്ക് പെട്ടെന്നുണ്ട് ഇത്. മെഷീനൊക്കെ ഉള്ളവർക്ക് എന്താ ഒരു ബുദ്ധിമുട്ടും ഇല്ല. ഇത് കോളേജിൽ പോണ കുട്ടികൾക്ക്, ഈ ഡിഗ്രി +2 +1 SSLC ഉള്ള കുട്ടികൾക്കൊക്കെ ഈ മോഡൽ ബാഗ് തന്നെയാണ് കൊണ്ടു നടക്കാറ്. പക്ഷെ എത്ര നല്ലൊരു പെർഫെക്റ്റ് ആയിട്ട് ബാഗ്, നല്ല അടിപൊളി സീല് ഇത്ര ഈ സംഖ്യക്ക് നമുക്ക് കിട്ടൂല. നമുക്ക് തന്നെ ഒറ്റക്ക് തയ്ച്ചെടുക്കാം. ഇനി ഈ ഭാഗം കുറച്ച് ഞാൻ വിട്ടെടുക്കുകയാണ് കേട്ടോ. അതിനാണ് ഞാൻ ഈ ഭാഗത്ത് നിന്ന് തന്നെ എടുക്കുന്നത്. കുറച്ച് തയ്ക്കണുള്ളൂ. ഇപ്പം ഈ ലൈനിങ്ങിൻ്റെ തുണി ഒരു ഭാഗം ഞാൻ ഫുള്ളായിട്ട് കൂട്ടി കൊടുക്കണില്ല. നടു കുറച്ച് ഒഴിവാക്കി ഇടുന്നുണ്ട്. അപ്പം അത് ഒഴിവാക്കി കൊടുത്ത് ഞാൻ ലൈനിങ്ങിൻ്റെ നല്ല ഭാഗവും നമ്മളെ ബാഗിൻ്റെ ചീത്ത ഭാഗമാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. അത് ഞാൻ നന്നായി തയ്ച്ചെടുക്കാം. അപ്പം അത് ഞാൻ ഉള്ളിലേക്ക് ഇതേപോലെയാണ് ഇട്ട് കൊടുക്കുന്നത്. നല്ല ഭാഗം ഇത് ഞാൻ കറക്റ്റ് അളവും എല്ലാം പറയണത് ആർക്കും ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ തയ്ച്ചെടുക്കാനും വേണ്ടിയിട്ടാണ്. ഇപ്പം ഇനി ഈ സൈഡ് കൂടെ 4 ഭാഗവും ഫുള്ളായിട്ട് തയ്ച്ചെടുക്കാം. ലൈനിങ്ങും കോട്ടനുമായിട്ട്. ഇതിൻ്റെ കൂടെ സിബ് വെച്ച് കൊടുക്കണമെങ്കിൽ വെച്ച് കൊടുക്കാം. ഞാൻ സിബ് വെച്ച് കൊടുക്കണില്ല. അപ്പോൾ സിബിൻ്റെ ഒരു ഭാഗം അതിനായിട്ടുള്ളത് കണ്ടെത്തി വെച്ച് കൊടുക്കാം. പക്ഷേ സിബിൻ്റെ ആവശ്യമില്ല. ഞാനൊരു ഒട്ട് പാണ് ഇട്ട് കൊടുക്കണത്. അല്ലെങ്കിൽ വെൽക്രോ ഉണ്ടല്ലോ, വെൽക്രോ ഇട്ട് കൊടുത്താലും മതി. അത്യാവശ്യം ബാഗും ബുക്കും നമ്മൾ ഇനി വിരുന്ന് പോവുകയാണെങ്കിൽ കൊണ്ടുപോകണമെങ്കിൽ എല്ലാത്തിനും നല്ല സൂപ്പറാണ്. നല്ലോണം കൊള്ളും. നല്ല ബോറില്ലാത്ത അടിപൊളി ബാഗാണിത്. ഇത് തയ്ച്ച് കണ്ട് അഭിപ്രായം പറഞ്ഞവർ കുറേ ഉണ്ട്. വീഡിയോയിലല്ലാതെ തന്നെ കോളേജിലേക്ക് പോണതൊക്കെ കണ്ട്. അപ്പോൾ ഇതൊന്ന് എന്തായാലും നിങ്ങളൊന്ന് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവരും അടിക്കാൻ അറിയണവരാണെങ്കിൽ കുറേ തയ്യൽ മെഷീൻ ഉണ്ടാവും, തയ്ക്കാൻ അറിയില്ല, അങ്ങനത്തെവർക്കൊക്കെ ഭയങ്കര യൂസ്ഫുൾ ആവും ഇത്. ഇപ്പം കണ്ട 4 ഭാഗം ഞാൻ തയ്ച്ചെടുത്തു. ഇനി എന്താ വെച്ചാൽ ഇനി ഇതിൻ്റെ ഉള്ളിൽ ഒരു ചെറിയ ഹോൾ ഇട്ടിക്കണല്ലേ ഞാൻ ലൈനിങ്ങിൻ്റെ. ഇതാണ് ഞാൻ കുറച്ച് തയ്ക്കണില്ലാറിന് വെച്ചത്. അതിൻ്റെ ഉള്ളിൽ കൂടെ ഇത് മറിച്ചെടുക്കാം. ഇപ്പം നമ്മൾ തയ്ച്ചതോ ഒന്നും നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ അറിയാൻ പറ്റൂല. ഇതെവിടെ തയ്ച്ചു
എവിടുന്ന് തയ്ച്ചു എങ്ങനെ തയ്ച്ചു എന്നൊന്നും. ഇതിൻ്റെ ഉള്ളിലിപ്പോൾ നമ്മൾ ഒക്കെ ഉള്ളിൽ പെട്ടു. ലൈനിങ് തയ്ച്ചിക്കണോ അതും അറിയില്ല. ഈ ഓപ്പൺ ചെയ്ത സ്ഥലം നമുക്ക് ഒന്ന് മൂട്ടി കൊടുക്കാം. ഞാൻ മൂട്ടി കൊടുത്തതിന് ശേഷം ഞാനത് അയച്ചെടുത്ത് ഞാൻ അവിടെ ഒരു ഇത് വെച്ച് ഗാന്ധത്തിൻ്റെ ഒരു സ്റ്റിക്ക് വെച്ചതിൻ്റെ ശേഷമാണ് ഞാൻ ഇത് പിന്നെ മൂട്ടിക്കൊടുത്തത് കേട്ടോ. ഇത് അയൺ ചെയ്ത് കണ്ട് രണ്ട് സൈഡും അടുക്കുകയാണെങ്കിൽ അങ്ങനെ ചെയ്താലും മതി. ഇത് രണ്ട് സൈഡും ഞാൻ തയ്ച്ചെടുക്കാം. ഇത് അയൺ ചെയ്യാൻ പറ്റൂല എന്ന് കരുതിയിട്ട് ഞാൻ അയൺ ചെയ്യാത്തത്. അയൺ ചെയ്യാതെ തന്നെ നല്ല വൃത്തിയുണ്ട് ഈ തുണി. ഇതിൻ്റെ രണ്ട് ഭാഗം ഞാൻ ഒന്നുകൂടി തയ്ച്ചു കൊടുക്കുകയാണ്. സിമ്പിളായിട്ടുള്ള ഒരു പരിപാടിയാണിത്. നമുക്ക് കാണുമ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടാണെന്ന് തോന്നുന്നു. നമുക്ക് തയ്യൽ പഠിക്കണ സമയത്ത് ഒരുപാട് ബുദ്ധിമുട്ടാണെന്ന് തോന്നുമല്ലോ, ആ തോന്നലാണ്, അല്ലാതെ ഇതിനൊരു ബുദ്ധിമുട്ടും ഇല്ല. ഈ തുണി മെഷീൻമേൽ പോവുകയെന്ന് ചോദിക്കും. പക്ഷേ ഈ മെഷീൻമേൽ ഒരു ബുദ്ധിമുട്ടില്ലാതെ പെട്ടെന്ന് തയ്ച്ചെടുക്കാൻ പറ്റി. നല്ല അത്യാവശ്യം കട്ടിയുള്ള തുണി തന്നെയാണ്. ഇവിടെ നന്നായി 4 ഭാഗവും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇത് 4 ഭാഗവും തയ്ച്ച് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഈ അടി തൂങ്ങിക്കണ ഭാഗം ഒന്ന് കട്ട് ചെയ്ത് പ്ലെയിനായിട്ട് അടിച്ചു കൊടുക്കണം. അത് വേണമെങ്കിൽ കോണാക്കി ചെയ്ത് കൊടുക്കും ചെയ്യാം. ബാഗിന് തൂങ്ങിക്കിടക്കുന്ന ഷേപ്പിൽ ഞാനൊരു മോഡലിന് വേണ്ടിയിട്ട് ഞാൻ കട്ട് ചെയ്ത് കണ്ട് ഞാൻ എഴുതി വെച്ചത് തന്നെയാണിത്. അതൊന്ന് തുന്നി പിടിപ്പിക്കണം, സ്റ്റിച്ച് ചെയ്യല. സ്റ്റിച്ച് ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കാം. സ്റ്റിച്ച് ചെയ്യുകയാണെങ്കിൽ ആദ്യം തന്നെ ചെയ്യണം, അല്ലെങ്കിൽ പുറത്തേക്ക് കാണും. ഞാൻ തുന്നിയെടുക്കുകയാണ്. അല്ലെങ്കിൽ ബാഗ് ഷോപ്പിലും ബട്ടൺ ഹൗസിലൊക്കെ വാങ്ങാൻ കിട്ടുന്ന പല ജാതി എല്ലാ ഐറ്റംസുകളും ഉണ്ടാവും. അവിടുന്ന് വാങ്ങി വെച്ചാലും മതി. ഞാനിപ്പോൾ ഇതിങ്ങനെ കട്ട് ചെയ്ത് കണ്ട് എൻ്റെ അടുത്ത് ഇതിൻ്റെ കത്രി കണ്ട് അങ്ങനെ റൗണ്ടിൽ കട്ട് ചെയ്തതിൻ്റെ ശേഷം ഞാൻ തയ്ച്ചു കൊടുക്കുകയാണ്. അത് വെച്ചുകൊടുക്കണം നിർബന്ധമൊന്നുമില്ല, ഒരു ഭംഗിക്കും വേണ്ടിയിട്ട്. തുന്നിപ്പിടിപ്പിക്കണം എന്നൊന്നുമില്ല, ഗ്ലൂ ഗണ്ണായിട്ട് ഒട്ടിച്ചു കൊടുത്താൽ മതി. ഞാൻ പിന്നെ മോഡൽ എപ്പോഴെങ്കിലും മാറ്റണമെങ്കിൽ മാറ്റാലോ എഴുതിയാണ്ട് ചെറുതായിട്ട് തുന്നി കൊടുത്തിട്ടുള്ളൂ. ഞാൻ ഇതിന് സിബ് വെച്ചിട്ടില്ല ഉള്ളിൽ. അറക്ക് വേണമെങ്കിൽ നമുക്ക് സിബ് വെച്ച് കൊടുക്കാം. പക്ഷെ ഞാൻ മേഘന ബട്ടനാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ കണ്ടില്ലേ, അടിപൊളിയായിട്ടുണ്ട്. ഇപ്പോൾ ഫിനിഷിങ് പണികൾ കഴിഞ്ഞ് ഞാൻ ഇതിൻ്റെ ഫുൾ ഫോട്ടോ കാണിച്ചു തരാം. ശരിക്കും ഇത് 1/2 മീറ്റർ തുണി കൊണ്ട് 1/2 മണിക്കൂർ നമ്മൾ നേരം കുത്തിരുന്നാൽ നമുക്ക് സൈഡ് ബാഗ് റെഡിയായി. അപ്പോൾ ഇത് കണ്ടാൽ തന്നെ അറിയില്ല, അടിപൊളിയായിട്ട്. ഫോട്ടോയിൽ കാണിലേറെ ഭംഗിയുണ്ട് അടുത്തുനിന്ന് കാണാൻ. അടുത്ത വെറൈറ്റി വീഡിയോയുമായി കാണാം ഇൻഷാ അല്ലാഹ്. അടുത്ത വീഡിയോക്കുമായി കാണാം. ബൈ.